പ്രായപൂർത്തിയാകാത്ത മകളെ പിച്ച് ചീന്തിയവരെ വെറുതെ വിട്ട കോടതി വിധി കേട്ട് നെഞ്ച് പിടിയുന്ന വേദനയോടെ നിന്ന ഒരമ്മ. ആരുടെയും കരളലിയിക്കുന്ന കാഴ്ചയായിരുന്നു കോഴിക്കോട് പോക്സോ കോടതിയിൽ ഈ പകൽ കണ്ടത്. അന്വേഷണഘട്ടത്തിൽ പോലീസിൻ്റെയും CWCയുടെയും ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയിൽ ഒട്ടേറെ ആക്ഷേപം നേരിട്ട കേസ്. പിന്നീട് വിചാരണ കാലയളവിനിടെ ഇരയായ പെൺകുട്ടിയുടെ ആത്മഹത്യ. നീതിക്ക് വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തിയ അമ്മ. നീതി ലഭിച്ചില്ലെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വിധിക്ക് ശേഷം ആ അമ്മ പ്രതികരിച്ചത്. 2017 സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിലാണ് 2 പ്രതികളെയും കോടതി വെറുതെ വിട്ടത്. പ്രതികൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് തെളിവില്ലെന്ന് കോടതി വിധി പ്രസ്താവത്തിൽ പറയുന്നു. പെൺകുട്ടി പീഡനത്തിനിരയായത്. വിവാഹാലോചനയുമായി വന്ന യുവാവിനോടാണ് പീഡന വിവരം ആദ്യം വെളിപ്പെടുത്തിയത്. തുടർന്ന് 3 വർഷത്തിനു ശേഷം 2020 പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു. പെൺകുട്ടിയുടെ ബന്ധുക്കളടക്കം 6 പേരായിരുന്നു പ്രതികൾ. ഇതിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ 2022 പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. കോടതിയിൽ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ സാധിക്കാത്തത് കേസിൽ പ്രതികൂലമായി ബാധിച്ചു. കേസിൽ അമ്മയുടെ മൊഴി മാത്രമാണ് തെളിവായി അവശേഷിച്ചതെന്ന് കോടതി വിലയിരുത്തി. ഇരയും അമ്മയും തമ്മിൽ സുഹൃത്തുക്കളെ പോലെയാണ് ജീവിച്ചിരുന്നത്. എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ചിരുന്നു. എന്നാൽ പീഡന വിവരം മാത്രം അമ്മയോട് പറഞ്ഞിരുന്നില്ല എന്നത് വിശ്വസനീയമല്ല. പീഡനം നടന്ന ശേഷം പരാതിപ്പെടാനുണ്ടായ കാലതാമസവും പ്രതികൾക്ക് അനുകൂലമായ വിധിക്ക് കാരണമായതായി വിധിന്യായത്തിൽ പറയുന്നു. കേസിൽ നീതി ലഭിച്ചില്ലെന്നായിരുന്നു ഇരയുടെ അമ്മയുടെ പ്രതികരണം. അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം പ്രതികളെ സഹായിക്കുകയാണ് ചെയ്തതെന്നും അമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. അപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തന്നെ അതിന് വേണ്ട എല്ലാ ഇതും ഒരുക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ എങ്ങനെ നീതി കിട്ടാനാ? കുട്ടീനെ ഇവർ ഭീഷണിപ്പെടുത്തിയിട്ടും എന്തൊക്കെ കൊടുത്തുങ്ങാണ്ടാക്കിയിട്ടൊക്കെ ആണ് എൻ്റെ മോള് എന്നോട് ഒരു കാര്യങ്ങളും പറയാതിരുന്നുണ്ടായിന്. പിന്നെ മോള് ഫഹ്മലിനോടാണ് കല്യാണം ഉറപ്പിച്ചതിന്. ഫഹ്മലിനോടാണ് എൻ്റെ മോൾ എല്ലാ കഥകളും തുറന്ന് പറയുന്നത്. തുറന്ന് പറയുമ്പോഴത്തേനും നേരം വൈകി ഫഹ്മൽ അതെന്താക്കി അത് എന്നോട് വിളിച്ച് പറയുമ്പോൾ ഞാൻ അറിയുന്നത് ഈ 2021 അപ്പോഴാണ് ഈ കേസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നേരം വൈകിയത്. എൻ്റെ മോൾ അതുവരെ മറ്റൊരു ഭീഷണിപ്പെടുത്തിയ കാരണം കൊണ്ട് എന്നോട് പറഞ്ഞില്ല. കോഴിക്കോട് ഫറോക്ക് സ്റ്റേഷനിലും മലപ്പുറം കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ പോലീസിന് വീഴ്ച സംഭവിച്ചതായി രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പോക്സോ കേസിൽ പോലീസ് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഈ കേസിൽ പാലിച്ചില്ലെന്നും കണ്ടെത്തിയിരുന്നു. യൂണിഫോം ധരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇരയുടെ മൊഴിയെടുക്കാൻ പോയതും വലിയ വിവാദങ്ങൾ ഉയർത്തി. ന്യൂസ് 18 കോഴിക്കോട്.